السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم بنفي الاعتمام، أو كما قال رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിനെയും പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഇൽമിനെ കുറിച്ചാണ്. അല്ലാഹു പറയുന്നതും കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ ധാരാളം മഹത്വങ്ങളാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരും സലഫുസ് സാലിഹീങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു മഹാൻ അവിടുന്ന് ഉണർത്തുന്നൊരു കാര്യമാണ്, ഇൽമു പഠിക്കാൻ വേണ്ടി ചെന്നിരുന്ന് ഒന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ മനുഷ്യന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പവിത്രമായ ഇൽമു പഠിക്കാൻ വേണ്ടി നാം ഒരു സദസ്സിലേക്ക് ചെന്നിരുന്നു, അല്ലെങ്കിൽ ഇൽമിന്റെ കലാലയങ്ങളിലേക്ക് ചെന്നു. പക്ഷേ ഒന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ മഹാന്മാര് പറയുന്നത് 9 അല്ലെങ്കിൽ 7ഓളം വരുന്ന ബഹുമതികളാണ് ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്നത്. ഒന്നാമത് ആ മനുഷ്യന് കൊടുക്കുന്നത് മുത്തഅല്ലിമീങ്ങളുടെ ശ്രേഷ്ഠതയാണ്. മുത്തഅല്ലിമീങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ
നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിന്റെ മാലാഖമാരുടെ വലിയ പ്രൊട്ടക്ഷനുള്ള ഒരു വിഭാഗമാണ് ഇൽമു തേടി ഇൽമുമായി ബന്ധപ്പെടുന്ന മുത്തഅല്ലിമീങ്ങൾക്കുള്ളത്. എന്നാൽ ആ മുത്തഅല്ലിമീങ്ങളുടെ ആ ശ്രേഷ്ഠതയാണ് ഇൽമു പഠിക്കാൻ ഒരു സദസ്സിലേക്ക് ചെന്നിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കൂലി. രണ്ടാമത് പഠിപ്പിക്കുന്നു, ഇരിക്കുന്ന സമയം മുഴുവൻ തെറ്റുകളിൽ നിന്ന് തടയപ്പെടുന്നതാണ്. മറ്റുള്ള സദസ്സുകളെ പോലെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു ചർച്ച ചെയ്യപ്പെടുന്ന, ഇൽമുമായി ബന്ധപ്പെടുന്ന ഏതൊരു മജ്‌ലിസിലാണെങ്കിലും അവിടെ നമുക്ക് കിട്ടുന്ന വലിയ കാര്യം നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോവുകയാണ്. ആദരവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതാണ് ഇൽമിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ആ ഇരിക്കുന്ന ഓരോ സമയങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. എന്നാൽ നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മായ്ച്ചു കളയുന്നു. അതുപോലെ പല തെറ്റുകളിൽ നിന്നും നമ്മെ തടയപ്പെടുന്നു. അതാണ് ഇൽമിന്റെ മജ്‌ലിസിന്റെ പ്രത്യേകത. മൂന്നാമത് പഠിപ്പിക്കുന്നു, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. പരിശുദ്ധമായ ഇൽമുമായി ഒരാൾ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത്. ഇദാ ഖറജ മിൻ മൻസിലിഹി തൻസിലു അലൈഹി റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്നത് അത് വിശാലമാണല്ലോ. എന്നാൽ ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഇദാ ജലസ ഇൻദഹു ഫതൻസിലു അലൈഹി റഹ്മത്തുഹു ഫതുസീബുഹു ബിബറകതിഹിം. അവൻ ഇരിക്കുന്ന മജ്‌ലിസിൽ റഹ്മത്ത് ഇറങ്ങുമ്പോൾ അവരുടെ ബറക്കത്ത് കൊണ്ട് അവൻ ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാണ് ഇൽമിന്റെ ബഹുമതി. ഇൽമിന്റെ ബഹുമതിയാണത്. അവൻ ഇരിക്കുന്ന മജ്‌ലിസിൽ റഹ്മത്ത് ഇറങ്ങുമ്പോൾ അവരുടെ ബറക്കത്ത് കൊണ്ട് അവന് ലഭിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇൽമിന്റെ അഹ്ലുകാരുമായിട്ടുള്ള ബന്ധം നാം കൂടുതലാക്കണം. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്, നമുക്ക് വിജയിക്കാനുള്ള മാർഗമാണ്. കാരണം അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ അവരിലേക്ക് വരുമ്പോൾ അവരുമായിട്ടുള്ള സുഹബത്തിന്റെ പേരിൽ നമുക്കും അതിന്റെ പ്രതിഫലം, നമുക്കും അതിന്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാര് ആ ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ മറ്റുള്ള ഒരു കാര്യവുമായി ചിന്തിക്കാറില്ല, മറ്റുള്ള ഒരു ഏർപ്പാടിലേക്കും പോകാറില്ല. ഇൽമിലേക്കാണ് കൂടുതൽ അവര് ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം അത് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ അതേ രീതിയിലുള്ള ആ പെരുമാറ്റങ്ങളും അതവും ഒരു മനുഷ്യരിൽ ഉണ്ടാകണം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുൻഗാമികളെല്ലാം അങ്ങനെ കാണിച്ചു തന്നത്. പിന്നെയോ അഞ്ചാമത് പഠിപ്പിക്കുകയാണ്, മാദാമ മുസ്തമിഅൻ തുഖ്തബു ലഹുൽ ഹസനാ. ശ്രദ്ധിച്ചു കേൾക്കുന്ന സമയം മുഴുവൻ നന്മകൾ എഴുതപ്പെടുന്നു. ഒന്ന് ഓർത്തു നോക്കണേ, ഒരാളിങ്ങനെ അല്ലാഹുവിന്റെ ഇൽമു പറയുമ്പോൾ ഓഡിയൻസ് ആയിട്ട് ആരെല്ലാം അത് കേൾക്കുന്നുണ്ടോ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്?
അവരിലേക്ക് അല്ലാഹു നന്മകൾ ഇങ്ങനെ എഴുതപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ നിനക്ക് ഓതാൻ അറിയില്ലെങ്കിലും ഓതുന്ന വ്യക്തിയുടെ ആ ഓത്തൊന്ന് നീ കേൾക്കണേ. ആ ഓത്ത് കേട്ടാലും നിനക്ക് കൂലിയാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? അതുപോലെ ഒരു വാളിന്റെ സദസ്സിൽ പോയിരുന്നു. അല്ല, വെള്ളിയാഴ്ച ജുമുഅക്കും നേരത്തെ വന്ന് പള്ളിയിൽ വന്ന് അല്ലാഹുവിന്റെ ഇൽമങ്ങ് കേട്ടാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത് എന്താണെന്നറിയുമോ? മുഴുവൻ നന്മകളും എഴുതപ്പെടുകയാണ്. അതാണ് മാദാമ മുസ്തമിയൻ തുഖ്തബുൽ ഹസനാത്ത്. ഇൽമിന്റെ പവറാണത്. മറ്റുള്ള ഒരു അമലിനും ഇല്ലാത്ത വലിയ പ്രതിഫലമാണ്. അല്ലാഹു ആ പ്രതിഫലം കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ വീണ്ടും മഹാന്മാര് പഠിപ്പിക്കുന്നു, തഹഫു അലൈഹിൽ മലായികതു ബിഅജ്നിയതിഹാരിദം വഹുവ ഫീഹിം. മജ്ലിസിൽ മലക്കുകൾ തൃപ്തിപൂർവം ചിറക് വിരിക്കുമ്പോൾ അതിന്റെ ഗുണം അവർ ലഭിക്കുകയാണ്. ഒരു മജ്ലിസ്, ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു മജ്ലിസ്, ദറസായിക്കോട്ടെ, മദ്രസയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വഅദിന്റെ സദസ്സായിക്കോട്ടെ, ഇൽമുമായി ബന്ധപ്പെടുന്ന ഏത് മജ്ലിസിലാണെങ്കിലും നമ്മളൊന്നും കാണാത്ത ഒരുപാട് അല്ലാഹുവിന്റെ മാലാഖമാരുണ്ട്. ഒരുപാട് മാലാഖമാരുണ്ട്. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം നമ്മൾ നേരത്തെ പള്ളിയിൽ വന്നു. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ? പള്ളി നിറയെ അല്ലാഹുവിന്റെ മാലാഖമാരാണ്. നമുക്ക് അല്ലാഹു കാണാനുള്ള കഴിവ് നൽകിയിട്ടില്ല. എന്നാൽ നമ്മേക്കാൾ കൂടുതൽ മലക്കുകൾ അല്ലാഹുവിന്റെ പള്ളിയിലുണ്ട്. ആ പള്ളിയിലുള്ള മലക്കുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താ? ആ ഖുതുബ ഓതുന്ന സമയത്ത്, ആ മആശറ വിളിക്കുമ്പോൾ അവരുടെ എല്ലാ ഡ്യൂട്ടികളും നിർത്തിവെക്കുകയാണ്. എല്ലാ ഡ്യൂട്ടികളും നിർത്തിവെച്ച് അവരുടെ സുഹുഫുകളൊക്കെ മടക്കി വെച്ചുകൊണ്ട് അവരാ ഖുതുബ ഇങ്ങനെ ശ്രവിക്കുകയാണ്, കേൾക്കുകയാണ്. നമ്മളോ ഖുതുബ ഓതുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. ആ ഖുതുബ ഓതുമ്പോൾ നമുക്ക് സംസാരം കൂടുതലാണ്. ഖുതുബ ഓതുമ്പോൾ നമുക്ക് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമുക്കറിയാൻ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്താ, നമ്മുടെ ആ ശരീരം അതിന് വഴങ്ങുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അറിയാത്ത ഒന്നുമില്ല. പക്ഷേ ചെയ്യുന്നൊക്കെ തലതിരിഞ്ഞ് ചെയ്യുള്ളൂ. കാരണം അങ്ങനെ ചെയ്താലല്ലേ ഞാൻ വലിയ മിടുക്കനാവൂ എന്നാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. പക്ഷെ നമ്മളൊന്നും അല്ലാതെ ആയി പോവാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ ആ സുഹുഫുകളൊക്കെ മടക്കി വെച്ചുകൊണ്ട് ആര് മാലാഖമാര്, മലക്കുകൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അത് കൂലി ഇല്ലാത്തത് കൊണ്ടാണോ? കൂലി ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തഹഫു അലൈഹിൽ മലായികതു ബിഅജ്നിയതിഹാ ഇദം വഹുവ ഫീഹിം. അവരിങ്ങനെ ആ തൃപ്തിയോടുകൂടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ ചിറകുകളെല്ലാം അല്ലാഹുവിന്റെ ഇൽമു കേൾക്കുന്ന ആളുകളിലേക്ക് ഇങ്ങനെ താഴ്ത്തിക്കൊടുക്കുന്നതാണ്. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നു. അതല്ലേ ദുനിയാവ് ഇൽമൊക്കെ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾക്കൊക്കെ കിട്ടുന്നത്. നാം ഓർക്കണം, നമ്മളിൽ നിന്ന് 60 വർഷത്തോളം, ഏകദേശം 60-62 വർഷത്തോളം പരിശുദ്ധമായ ഇൽമുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത നമ്മളൊക്കെ സിയാറത്തിന് പോകുന്നുണ്ട്. ഉള്ളാളത്ത് അവിടെ ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ആ താജുൽ ഉലമ തങ്ങള് അവിടുത്തെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അല്ലാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട് എന്നതാണ്. വെറുതെ ബന്ധപ്പെടലല്ല.
ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുഹ്താജ് പോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ച് അതൊക്കെ മുത്തഅല്ലിമീങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവിടുത്തെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തിയെങ്കിൽ അങ്ങനത്തെ മഹാന്മാരും നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. നാം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ ഇൽമ് ഇങ്ങനെ കൂടുതലായി വരുമ്പോൾ ഏത് വിഷയത്തിലും നമുക്ക് വലിയ പാണ്ഡിത്യം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഈ പെരുമ്പാവൂർ പ്രദേശത്ത് വല്ലം മുസ്ലിം ജമാഅത്തിൽ വർഷങ്ങളോളം, ഏകദേശം 16 വർഷത്തോളം ഒരു മദ്രസ മുഅല്ലിമായിട്ട് ജോലി ചെയ്ത ഒരാളാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അവസാന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അത് ഗൾഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകൾ അദ്ദേഹം പഠിച്ചു. കാരണം അവരുടെ ചെറിയ ശിഷ്യഗണങ്ങൾ ചിലപ്പോ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ഉസ്താദ് പഠിപ്പിച്ച് ഉസ്താദ് ഇപ്പൊ ഇത്ര വലിയ കിതാബുകളൊക്കെ എടുത്തു കൊടുക്കാൻ പ്രാപ്തരായി എന്ന് ചിന്തിച്ചു പോയവർക്കുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ എന്ത് ചെയ്യും? അവസാന സമയങ്ങളിൽ ഏത് വിഷയങ്ങളിലും അവിടുന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അതെന്തുകൊണ്ട്? ലദുന്നിയായിരുന്നു. അള്ളാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവര് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് ഇൽമു തരും. ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ്. നാം ചിന്തിക്കണം. അപ്പൊ അതിനോടുള്ള ഒരു റഗ്ബത്തും ഒരു ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇൽമ് പല വഴിയിലൂടെയും നൽകും. പല വഴികളിലൂടെയും. അവസാനം ജിന്നുകൾക്ക് വരും ദർശനത്തത് എന്നല്ലേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ സദാതീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഓരോ ആഴ്ചകളിലും സൂചിപ്പിക്കുന്നത്? നാം ആ വഴിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ്. അത്തരം മാർഗങ്ങളിലൂടെ വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ വലിയ പരാജയങ്ങളിലേക്കാണ്. നിസ്കാരത്തെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, തയമ്മുമിനെ കുറിച്ച്, മയ്യത്ത് പരിപാലനത്തെ കുറിച്ച്, ഇങ്ങനെ വേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഇൽമുകൾ നാം കരസ്ഥമാക്കുമ്പോൾ ആ കരസ്ഥമാക്കിയ ഇൽമ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് പ്രാക്ടിക്കലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന്, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും പോളിംഗ് നടന്നത്? കഴിഞ്ഞ വർഷം 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായോ? അതിനു മുമ്പുണ്ടായോ? ഇല്ല. ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് അപ്പുറമായിരുന്നു ഇത്ര ശതമാനം വോട്ട് നടന്നത്. ഇപ്പോൾ ഇത്തവണ വിദേശത്ത് പോയവർ പോലും നാട്ടിൽ വന്ന് രഹസ്യമായിട്ട് വോട്ട് ചെയ്തു പോയ ചരിത്രം. കാരണം എന്താ? നമ്മൾ ദുന്യവിയായ കാര്യത്തിന് SIR പേടിച്ചുകൊണ്ട് നമ്മളെന്ത് വന്നു വോട്ട് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ നാട്ടിൽ ജീവിക്കണ്ടേ? ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നമുക്ക് തരുന്നത് ആരാ? അള്ളാഹു ആണ്. നരേന്ദ്രമോദി ആണോ? അള്ളാഹു ആണ്. ഇതൊക്കെ നമ്മെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നതുപോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തും നേടാം, നമുക്ക് എവിടെയും എത്തിപ്പെടാം. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വേണം. എനിക്ക് ഇന്നാലിനെ ചെയ്ത് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റൂല.
അതുകൊണ്ട് തന്നെ നാം ഇൽമിന്റെ ആ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഏഴാമത് പഠിപ്പിക്കുന്നത് കുല്ലു ഖദമിൻ യർഫഉഹു വയദഉഹു യകൂനു കഫാറത്തൻ ലിദ്ദുനൂബി വറഫഅൻ ലിദ്ദറജാതി വസിയാറത്തൻ ഫിൽ ഹസനാത്ത്. മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ഓരോ ചെരിപ്പടിയും പാപമോചനത്തിനും നമ്മുടെ സ്ഥാന ഉയർച്ചക്കും നന്മകൾ വർദ്ധിക്കാനും കാരണമാണ്. പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ആ വലിയ കൂലി നമുക്ക് പറഞ്ഞു തരികയാണ്. നാം അള്ളാഹുവിന്റെ ഇൽമു കേൾക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്കൊന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിൽ നിന്ന് നാം അതാ ഓരോ ചവിട്ടടികൾ വെക്കുമ്പോൾ റസൂലുള്ളാഹി പറയുകയാണ് കുല്ലു ഖദമിൻ യർഫഉഹു, ഓരോ ചെരിപ്പടിക്കും ആ മനുഷ്യന് ഉയർച്ച കിട്ടുകയാണ്. അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. അത് മാത്രമല്ല അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാനങ്ങൾ ഉയർത്തിക്കൊടുക്കുന്നു. അതാണ് ഇൽമുമായി ബന്ധപ്പെടുമ്പോഴുള്ള വലിയ പവർ എന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ അവസാനം പറയുന്നത് വസിയാറത്തുൻ ഫിൽ ഹസനാത്ത്. നമുക്കൊക്കെ വേണ്ടത് അതാണ്, നന്മകൾ, ഹസനാത്തുകളെ ഏറ്റുതരികയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോയ ചരിത്രങ്ങളുണ്ട്. നമ്മുടെ മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാം, ഒന്നും അറിയാത്ത ആളുകൾ പോലും അവസാന സമയങ്ങളിൽ അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച് രക്ഷപ്പെട്ട ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ താബിഈങ്ങളുടെ മനസ്സിലാക്കിയ നമ്മുടെ കൊച്ചു കേരളത്തിലെ എത്രയോ ആളുകൾ. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മളെ പോലുള്ള ആളുകളൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ചിലപ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, വലിയ സിയാറത്തിനൊക്കെ പോകും. സിയാറത്തിന് പോയിട്ട് ഫർളായ നിസ്കാരം പോലും കളയാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതെന്ത് സിയാറത്ത്? ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മഹാന്മാരെ സന്ദർശിക്കൽ എന്താണ്? അത് സുന്നത്താണ്. നമ്മുടെ കൽബ് നന്നാകാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സിയാറത്തുകൾ വലിയ പ്രയോജനം ചെയ്യും. അതല്ല സുന്നത്താണല്ലോ സിയാറത്ത് ചെയ്യൽ. മഹാന്മാരെ അടുക്കൽ ചെന്നുകൊണ്ട് ദ്വാരക്കൽ, അവരെ തവസ്സുലാക്കലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്നാൽ ഈ കാലങ്ങളിൽ എന്ത് ചെയ്യും, എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ നമുക്ക് ഫർമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെയാകാൻ പാടില്ല. വെള്ളമില്ലെങ്കിൽ അതിനും ഇസ്ലാം ഓരോ വശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ ജയിലിന്റെ അകത്തളങ്ങളിൽ അടക്കപ്പെട്ടു, അവന് വെള്ളമില്ല, അവന് മണ്ണില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, ആ ഭിത്തിയിൽ അവൻ കൈ കൊണ്ട് അടിച്ച് അവൻ എന്ത് ചെയ്യണം, തയമം ചെയ്യുന്നത് പോലെ കാണിച്ചെങ്കിൽ എന്ത് ചെയ്യണം, അവൻ നിസ്കരിക്കണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഒരാൾ യാത്രയിൽ പെട്ടുപോയി, ആ യാത്രയിൽപ്പെട്ട ആൾക്ക് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നജസായി, നമ്മൾ എന്ത് ചെയ്യും? എന്റെ ശരീരത്തിൽ നജസായി പോയി, ഇനി വീട്ടിൽ ചെല്ലട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് തട്ടാമെന്നല്ല നമ്മൾ കരുതുന്നത്. അതിനും പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമായ രൂപരേഖകൾ നമ്മെ പഠിപ്പിക്കുന്നു. നിനക്ക് വേറെ മാർഗമില്ല, നിനക്ക് വേറെ വസ്ത്രമില്ലെങ്കിൽ, ആ വസ്ത്രം കഴുകാനുള്ള വെള്ളവും ഇല്ലെങ്കിൽ, ഇനി അവിടെ അത് തയമം ചെയ്യാനും ഇല്ലെങ്കിൽ, നീ ആ വസ്ത്രം കൊണ്ട് തന്നെ നിസ്കരിക്കണം എന്ന് ശറഅ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ആ നിസ്കാരത്തെ മടക്കണം. ഇനി ട്രെയിനിൽ യാത്ര ചെയ്യാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, ഒരാൾക്ക് ഒന്നുണ്ട്,
പക്ഷേ ട്രെയിൻ എങ്ങടൊക്കെ പോകുന്നത് കിബില കറക്റ്റ് അല്ല. കറക്റ്റ് അവൻ എന്ത് ചെയ്തു? അസറിന്റെ സമയമായി. ളുഹർ അവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസറിന്റെ സമയമായി, അവൻ നിസ്കരിക്കണം. അവൻ യാത്രയിലാണ്. എന്നാൽ അവനായിരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് അവന്റെ ഏകദേശം ഒരു കിബില ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അവൻ നിസ്കരിക്കുകയും പിന്നീട് ആ നിസ്കാരത്തെ എന്ത് ചെയ്യണം? അവൻ മടക്കുകയും വേണം. അപ്പോൾ എന്തിനു ഉസ്താദ് രണ്ട് പണിയാണ്? നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ പറയും, ഇത്ര പാടിക്കണതിന് വേണ്ടി പോയി അവന് നിസ്കരിച്ചാ പോരെ. പക്ഷേ അവിടെ അവൻ ഖളാഇൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഖളാ ഇസ്ലാമിൽ ഇല്ല, നമ്മളായിട്ട് ഖളാ ഒക്കെ ആക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ആ ഖളാഇൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു. ഖളാഇൽ നിന്ന് രക്ഷപ്പെടുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ അവൻ അദാഇന്റെ കൂലിയുടെ ഉടമസ്ഥനായി. പക്ഷെ നിസ്കാരം അദ്ദേഹം മടക്കണം. നിസ്കാരം മടക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ മസ്അലകളും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് പവിത്രമായ ഇസ്ലാം നമുക്ക് നൽകുമ്പോൾ ഇത് പഠിക്കാനോ ഉൾക്കൊള്ളാനോ നമുക്ക് സമയമില്ല. നമുക്കെല്ലാവർക്കും സമയം എപ്പോഴാണ്? ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറില്ലേ, പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് ഇന്നാലില്ല കേൾക്കുമ്പോൾ നമുക്കെന്ത് സമയമാ? നമുക്കെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കാനുള്ളത്. പക്ഷേ അവിടെ ഒന്നും നമുക്ക് അള്ളാഹു ഒരു പെൻഡിങ് തരൂല. പക്ഷെ അള്ളാഹു നമുക്കിപ്പോൾ തന്നിട്ടുള്ള സമയങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കണം. വേണ്ടതുപോലെ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അവിടെ നമുക്ക് രക്ഷ കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. ഒരു കാര്യവും അള്ളാഹു നന്മയുടെ അഹിലുകാരിൽ കൊടുത്തുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുമായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹുവിന്റെ ഇൽമ് അത് എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും അതുമായി ബന്ധപ്പെടണം. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയും അതിനു മുമ്പുള്ള ആഴ്ചയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ന് ഇൽമ് പഠിക്കാൻ ആർക്കും ഒരു പ്രയാസമില്ലാത്ത കാലഘട്ടം. നമ്മുടെ മുൻഗാമികൾ ഇൽമു പഠിച്ച ആ ചരിത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്ക്. വലിയ പ്രയാസമാണ്. വേണ്ട ഒരു 30 വർഷത്തിന്റെ അപ്പുറം, അല്ലെങ്കിൽ 25 വർഷത്തിന്റെ അപ്പുറം ഇതുപോലെയുള്ള ചൂടുള്ള സമയത്ത് ഉച്ചക്ക് 2 കിലോമീറ്ററുകൾ അല്ലെങ്കിൽ 3 കിലോമീറ്ററുകൾ അപ്പുറം നടന്നുപോയി ഉച്ചക്ക് അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരോ വീടുകളിലേക്ക് മുതഅല്ലിമീങ്ങൾ ചെല്ലണം. തിരിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ ആ ഭക്ഷണമൊക്കെ ദഹിച്ചു പോയിട്ടുണ്ടാകും. പിന്നെ വൈകിട്ട് ചായയില്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച ഇൽമ് ഇന്നും അവരുടെ ആ മനസ്സുകളിൽ കരിങ്കല്ലിൽ കൊത്തിയതുപോലെയുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ സുഖ സൗകര്യങ്ങളോടുകൂടി നമുക്കില്ലേ ഇപ്പൊ ഒക്കെ ഓൺലൈനാണ്. ഓരോ ഡിഗ്രികളും ഓൺലൈൻ. അതുപോലെ ഭൗതികമാണെങ്കിലും ആത്മീയമായൊക്കെ ഓൺലൈൻ മദ്രസകൾ, ഓൺലൈൻ ട്യൂഷനുകൾ. വീട്ടിലിരുന്നാ മതി, കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള പരിപാടി. പക്ഷെ അതിലൊരു ഉപകാരമില്ലാതെ വരാൻ ഒരു പ്രയോജനമില്ല. എന്ത് കാര്യത്തിലും ഒരു നെഫ് വേണമല്ലോ, ഉപകാരങ്ങൾ. അതില്ലാതെ വരികയാണ്. അധ്വാനിക്കുമ്പോഴാണ് അതിൽ വലിയ ഉപകാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. യഥാർത്ഥ ഒരു മെക്കാനിക്കിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ 2 വീലർ ഒരു ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കംപ്ലൈന്റ് അല്ല. അദ്ദേഹം നോക്കിയപ്പോൾ തന്നെ ഇന്നാലിന്റെ സ്ഥലത്തുള്ള ഒരു സ്ക്രൂ അവിടെ ഇല്ല, ഒരു നെറ്റ് അവിടെ ഇല്ല. ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അദ്ദേഹം കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ച് അവിടെ ആ നെറ്റ് ഇട്ടപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ല അവിടെ. കാരണം അവൻ അതിനെ കുറിച്ച് നല്ല ഗ്രാഹ്യതയും അവൻ അധ്വാനിച്ച് പഠിച്ചവന്. പക്ഷേ ഇന്ന് പല രീതിയിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ട് പല ഫത്വകളും ഇന്ന് ഓൺലൈനിൽ ഫത്വകൾ കൊടുക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കിതാബുകളിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും
അവരൊക്കെ ത്യാഗങ്ങൾ. ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ മറന്നുപോയില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, നമ്മൾ ഉറങ്ങാൻ മറന്നുപോയി, ഭക്ഷണം കഴിക്കാൻ മറന്നുപോയിട്ടുണ്ട്. എന്തിന്റെ പേര്? ഇൽമു പഠിക്കാൻ. രാത്രി ഇരുന്ന് ഫോൺ കുത്താനല്ല, അല്ലെ കൂട്ടാനും കൂടി വട്ടം കൂടി വർത്താനം പറഞ്ഞ സമയം കളഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു ഉമ്മ കൊണ്ടുവന്ന ഭക്ഷണം പോലും കഴിക്കാൻ മറന്നുപോയി. സുബഹി ബാങ്ക് കൊടുത്തുപോയി, ഉറങ്ങാനും മറന്നുപോയി. അങ്ങനെ ജീവിതം തന്നെ പരിശുദ്ധമായ ഇൽമിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ മുൻഗാമികളെ നാം മാറ്റി നിർത്തി നമ്മുടെ ഇഷ്ടാനുസരണം നാം ജീവിക്കാമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ മനസ്സുകൊണ്ട് കരുതിയാൽ ഒരിക്കലും അവനൊരു വിജയമില്ല. അവനൊരു വിജയമില്ല. അവനൊരു അള്ളാഹുവിന്റെ കാരുണ്യം അവന് കിട്ടുകയില്ല. അള്ളാഹുവിന്റെ റസൂലത പഠിപ്പിച്ചത്, എനിക്ക് ശേഷം എന്റെ സമുദായം വഴിപിഴച്ചു പോകാൻ കാരണമുണ്ട്. അള്ളാന്റെ റസൂല് മനസ്സിലാക്കി. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത് എന്താ? എനിക്ക് ശേഷം എന്റെ സമുദായം വഴിപിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണേ. ഏതുപോലെ അണപ്പല്ല് കൊണ്ട് ഒരു വസ്തുവിനെ അമർത്തി പിടിക്കുന്നത് എത്ര ബലമാണോ, അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു, ഇതുപോലെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല, ഒരു നവീനവാദിയാകുകയില്ല, ഒരു യുക്തിവാദിയായി പോകൂല. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ യുക്തിക്ക് യോജിച്ചതാണ് എനിക്ക് വലുതെന്ന് കരുതുമ്പോൾ അള്ളാന്റെ പരീക്ഷണം വരുന്നു, ജീവിതത്തിൽ ബറക്കത്തില്ലായ്മ വരുന്നു, എല്ലായിടങ്ങളിലും പ്രയാസം വരുന്നു, പല രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല. മദീനയുടെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ദീനി ബോധമുള്ള മുസ്ലിമാണെന്ന്. ഉമ്മ പ്രസവിച്ചു, വാപ്പാടെ പേര് അന്ത്രു, ഉമ്മാടെ പേര് കുൽസു, അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ മരണം, അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ ചിലപ്പോ എത്ര മുർത്തതായി പോയിട്ടുണ്ടാവും പറയുന്നു. എന്താ മുർത്തത്വം? ഇസ്ലാമിൽ കൊണ്ട് പുറത്തുപോയി എത്ര കാക്കാമാരുണ്ട് പുറത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഓർമ്മ അങ്ങനെയാണ്. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എത്രയും അനിസ്ലാമികമായ കാന്തോന്നിത്തരങ്ങളാണ് മുസ്ലിമായി നമ്മൾ ചെയ്യുന്നത്. ഹറാമ്, ഒരു കാര്യം ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനത് ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അവൻ ജീവിതത്തിലേക്ക് അതൊരു ഹലാലെന്ന നിലക്ക് അവൻ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താടോ? അങ്ങനെയൊക്കെ പഠിച്ചവരെ ഡൈ ചെയ്ത ആളുകളല്ലേ. ഡൈ ചെയ്ത് ഇപ്പോഴും ഞാനെന്ത് 17കാരനാണ്, ഞാൻ 20കാരനാണ്, എനിക്ക് എന്നും 15 ആകണം എന്ന് ഡൈ ചെയ്ത് നല്ല കുട്ടപ്പനായി നടന്ന് മയ്യത്തൊളിപ്പിക്കുമ്പോൾ എന്താ പറയണേ? എന്തെങ്കിലും കൊടുന്ന് ഒഴിച്ച് അവന്റെ തല വൃത്തിയാക്കണം, അല്ലെങ്കിൽ അവന്റെ കുടി ശരിയാവില്ല. പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കാൻ ഇതൊക്കെ ദീനൊരു സ്ഥലത്ത്, നമ്മുടെ സ്വഭാവം മറ്റൊരു സ്ഥലത്ത്. എങ്ങനെ നമുക്ക് എങ്ങനെ ചൂട് കൂടാതിരിക്കും? എങ്ങനെ ദാരിദ്ര്യം ഇല്ലാതിരിക്കും? ചിന്തിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നാം കളിയാക്കി അതിനെ ആക്ഷേപിക്കുമ്പോൾ, കരിവാരിത്തേക്കുമ്പോൾ റബ്ബ് നമ്മളെ വിടൂലടും. എന്നെയാണെങ്കിലും നിങ്ങളെയാണെങ്കിലും. അതുകൊണ്ട് ഇനി നമ്മൾ പരിശുദ്ധമായ ഇൽമിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാനും തയ്യാറാകണം. അല്ലാഹു
നന്മയുടെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുൻഗാമികളുടെ പാത പിൻപറ്റി ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.